ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിൻ്റെ ടെറസിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ ചന്ദ്ര തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സച്ചിയേട്ടാ കുറേ നേരമായാലും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം ആകാശത്തേക്ക്, കണ്ടോ നീ അങ്ങോട്ട് നോക്കിയേ, ഇത്രയോ നേരം ഒളിഞ്ഞിരിക്കുകയായിരുന്നു, കണ്ടില്ലേ, അന്നത്തെ പോലെ അതെ വീണ്ടും വന്നിരിക്കണമെന്ന് പറയുകയാണ് കേട്ടോ ചന്ദ്രനെ നോക്കിയിട്ട്. പിന്നീടാണെങ്കിൽ കാണിക്കണം നമ്മുടെ രവിയേട്ടനാണെങ്കിൽ എല്ലാ ആളുകളെയും വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ്, അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്, സച്ചിക്കും രേവതിക്കും ഒരു റൂമില്ല, ബാക്കി എല്ലാവർക്കും റൂമുണ്ട്, അതുകൊണ്ട് ഒരു പുതിയ റൂം ടെറസിൻ്റെ മുകളിൽ പണിയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചി പറയാണ്, എന്തിനാ വെച്ചാൽ അതൊക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ടെറസിലോ ഹാളിലോ എവിടെയെങ്കിലുമൊക്കെ പാവിരിച്ച് കിടന്നോളാച്ചാൽ, ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി പട്ടും മെത്തയോ ഒന്നും വേണ്ടാന്നൊക്കെ പറയുകയാണ്. അത് കേട്ട വശം തന്നെയാണ് ചന്ദ്രമതി പറയുന്നത്, ഇവർക്കൊക്കെ ഒരു പട്ടും മെത്തയിലും കിടക്കാൻ പറ്റിയ ടീമോള് അട്ടേനെ പിടിച്ചിട്ട് മെത്തയിലിട്ട് കഴിഞ്ഞാൽ കിടക്കുക, അത് ഉരുണ്ട് അങ്ങോട്ട് പോകുന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയണം, അട്ടയ്ക്കറിയാം മെത്തയിൽ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന്, അതുകൊണ്ട് തന്നെയാണ് അട്ട കിടക്കാതെ അങ്ങോട്ട് പോകണമെന്ന് പറയുന്ന സമയത്ത് സച്ചി കൊടുകൈ രേവതി നീ പറഞ്ഞാണ് ശരിയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കല്ലിപ്പായിട്ട് നോക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇത്രയും മാത്രം അഹങ്കാരിയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ചന്ദ്രമതി തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ സുതിയും ഒക്കെ കലിപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. പുതിയൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് ഉടനെ വരാം. ഗുഡ് നൈറ്റ്.